അപ്പോൾ നമ്മളിവിടെ ഒരു കുളമുണ്ട്, നല്ല മഴയുണ്ട്. അപ്പോൾ ഒരു കുളമുണ്ട്, അതിനെ കാണാൻ വേണ്ടിച്ച് പോകാൻ ഞാനും ചേച്ചിയും നമ്മൾ രണ്ടാളും പോയിട്ട് കേട്ടോ. അതെന്ത് എന്താ ഇത് ഇവിടെ ഉണ്ടായത് അന്നൊരു പാമ്പ്. ശേ വിളിക്കായിരുന്നു. എണീച്ചോ ഏട്ടാ? മല പറഞ്ഞില്ല വരുമ്പോ. ഇതെന്തിനാ ചേച്ചി? ഗൈസ് നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. കൊടുത്തതിനെ കാണുന്നു. അതെ പാപ്പ. എങ്ങനെ? ആ അങ്ങണ്ടില്ലേ? മരമാണ് വില പിടിച്ച നമ്മളെ തെങ്ങിൻ്റെ തൈ മരത്തിൻ്റെ അടിയിലായതുകൊണ്ട് ഇത് വെള്ളത്തിൽ വളർച്ച കിട്ടാത്തത്. ബ്ലോഗറായിട്ട് ഇവിടെ ഒരാൾ ചിരിക്കുന്നു. നല്ല വലിയ തെങ്ങാവണ്ടായിരുന്നു മരത്തിൻ്റെ അടിയിൽ. അതെ അതെ. ഈ കാട് മുഴുവനും വനം. ആ കായിട്ട് ഞാൻ തീയത്തോട്ടല്ലേ അതോ വേലായുധന് തേങ്ങ കിട്ടി. അതെ അതെ. ഇത് ഏട്ടൻ നട്ട തെങ്ങല്ലേ ഏട്ടാ? അല്ല അല്ല, ആ ഏട്ടൻ്റെ അമ്മാവൻ നട്ട തെങ്ങ്. ഇതൊക്കെ എൻ്റെ ബലീച്ച നട്ട തെങ്ങാണ്. ഈ ബലീച്ചൻ്റെ മക്കൾ ഒരു തെങ്ങ് ഇവിടെ നട്ടിട്ട് ഇതുപോലെ പിടിക്കുന്ന മരങ്ങൾ പോലെ ആയിട്ട് ഇതൊക്കെ ബലീച്ച നട്ട തെങ്ങാണ്. എത്തിയിട്ട് കുളം കാണുന്നില്ല ഇവിടെ. വീണ്ടും തേങ്ങ, പന്നി പിടിച്ച തേങ്ങ ഉണ്ടായില്. അതെ, ഇത് കണ്ടവൻ്റെ പറമ്പ്, ഇത് നമ്മളെ പറമ്പ്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഉണ്ടായിനി. എപ്പോ? ആ അതെ, വെള്ളമില്ല ഗൈസ്. തൊട്ട് കാണിക്കാന്ന്. ഇതിടെ ഈ കുളം തെറിഞ്ഞിട്ടാണ് വന്നത്. അതെ, വെള്ളം ചെറിയ വെള്ളമുണ്ട്. കല്ല് ഇട്ടാൽ അറിയാന് വെള്ളം ഉണ്ടെന്ന് കാണുന്നുണ്ട്. കാടായിട്ട് അജ്ജി പറഞ്ഞ തോട്ടില് വലിയൊരു കല്ലിടാം, വലിയൊരു കല്ല്. ആ വെള്ളമുണ്ട്, വെള്ളമുണ്ട്. പക്ഷെ ഫുള്ള് കാടാണ്. മുമ്പൊക്കെ ഇങ്ങനെ വെള്ളം ഇടുന്ന അറിഞ്ഞിട്ട് നല്ല നീല. അമ്മ പേടിച്ച കണക്കിന് ഒന്നുമില്ല.
വെള്ളത്തിൽ വീണിട്ട് ഇതാവും പറഞ്ഞു. പുതിയ കൊട പൊളിച്ചു കഴിഞ്ഞ അമ്മ വെള്ളത്തിൽ ഞങ്ങൾ കിടന്ന തക്കത്തിന് ഇതാക്കണേ. കിടന്ന തക്ക നോക്കിയിട്ട് ഏട്ടനെ വിളിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഉറങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ ഡിസ്റ്റർബ്. ഏട്ടൻ എണീറ്റ് വരുന്നത് കണ്ടിനോള്. ഞാൻ കണ്ടിച്ചോ? നീയല്ല. അച്ചാറിടുന്ന മാങ്ങയുടെ മരം, നാട്ടുമാങ്ങ ഒക്കെ പറയുന്നുണ്ട്. അതെ. അപ്പൊ ഈനായാലും കാസ്റ്റ് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതെ, പക്ഷെ എന്നെ ഇടാൻ കഴിയാം. അല്ലാന്ന് ഇതിനാരും തോന്നിയ സംഘടിക്കുന്നത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പൊ അതാരും ബാൻ ആക്കുന്നില്ല. അതെ, കുഞ്ഞു പിള്ളേരെ ന്യൂഡിറ്റി കാണിക്കാൻ കൈയിടും. അങ്ങനെ പറഞ്ഞു. കുഞ്ഞു പിള്ളേരാണ് നാളത്തെ ഭാവിന്ന് ഓർക്കറിയാലോ. ഈ സാധനം കിട്ടി നമുക്ക് അടുപ്പിലിടാം. പ്രശ്നമാവും. ഇല്ല ഈശ് ഇതൊരു അതിന് ഇതിപ്പോ കണ്ടില്ലേ, ഇതൊരു അസുഖമാണ് ഈ ഓലൊക്കെ ഇങ്ങനായിട്ട് വരുന്നത്. ഇത് ടൗണുണ്ടെന്ന് മാത്രമേ പറഞ്ഞു. ടൗണിൽ അസുഖമുണ്ട്. ഇവിടെ പോണ്ടേന്ന്. ഇവിടെ ഒന്നും ഇല്ല ഏട്ടാ, കാട് മാത്രമേ ഇല്ല. ിട്ടാലും ബാക്കിയുള്ളവർ പറയാം എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഹോട്ടലിൽ പോയിട്ട് ആടെ ഒന്നും ഇല്ല, മൊത്തം കാടാണ്. കാട് കാട്. ആ ഒരിക്കൽ ഫുള്ള് കൊത്തിട്ട് അമ്മ വിറകാക്കിയതാണ്. പിന്നെ ആദ്യം ആടെ കഴിഞ്ഞ പ്രാവശ്യം ചെണ്ടുപൂ ഇതായിട്ടുണ്ട്. ആ 10 കാനഡ. ആ വേസ്റ്റ് ഇടുന്ന കാനഡ അല്ലേ? ആ പക്ഷെ ഒരു കാട് അത്ര ഇവിടെ പുലിയായിട്ടുണ്ടെങ്കിൽ ചേച്ചി നമ്മളെ നാട്ടിൽ പുലി ഇറങ്ങിന അറിഞ്ഞീന ഇളപ്പനാടുന്ന ആടുന്നെല്ലാം വന്നിനല്ലോ. ഞാൻ സ്നാപ്പിൽ എടുക്കല അധികം. നമ്മടെ പോയ സമയത്ത് മഴയും കാര്യമെല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വന്നു. പിന്നെ അവിടെ ഫുള്ള് കാട് പിടിച്ചിട്ടല്ല വീഡിയോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിട്ടില്ല. നമ്മൾ ക്ലീൻ ചെയ്യണം എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത്. ക്ലീൻ ചെയ്തിട്ട് എന്തായാലും ഒരു വീഡിയോ ഇടാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തത് നല്ല. അപ്പോൾ വീഡിയോ ഇടാത്തൊന്നുമല്ല, പിള്ളേർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാനും വലിയൊരു നല്ല മൈൻഡിലൊന്നും അല്ല ഉണ്ടായത്. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾ ഇതാക്കാം. ഞാൻ 2 ആൾക്കാരെ കണ്ടു. അപ്പം ഇപ്പോൾ സെറ്റാണ് പിള്ളേർ. ഇനിയിപ്പോൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടണം എന്നാണ് ആഗ്രഹം. നോക്കാം, സന്ദർഭം പോലെ ഇടാം. ബൈ.